എന്താണ് മാനിഫെസ്റ്റേഷൻ? എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? പലരും പല രീതിയിൽ പറയുന്നു. പലരും പല ആഗ്രഹങ്ങളും നേടുവാൻ സാധിക്കുമെന്ന് പറയുന്നു. നിങ്ങളുടെ ഇന്നേ വരെ നടക്കാത്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുമെന്ന് ചിലർ പറയുന്നു. സത്യമാണോ നുണയാണോ? കുറേ ആളുകൾ എന്നോട് മെസ്സേജ് ചോദിക്കാറുണ്ട്. ഇതെല്ലാം മതപരമായ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അഗെയിൻസ്റ്റ് ആണോ എന്നുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷനെ കുറേ ആളുകൾ മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ റോങ്. മറ്റു ചിലർ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ റോങ്. പക്ഷെ ഞാൻ പറയാം, ഇതെല്ലാം നിങ്ങളൊരു മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഗോഡ് തന്നെയാണ് ഇവയെല്ലാം നൽകുന്നത്. അപ്പോൾ എങ്ങനെ പ്രകൃതി അഥവാ യൂണിവേഴ്സൽ എങ്ങനെ നൽകും? അതായത് ഈ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം എന്നുള്ളതാണ്. എന്താണ് പ്രപഞ്ചം? ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇപ്പോൾ ഗോഡ്, ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ആരാധിക്കുന്ന ആ ഗോഡിനോട് പ്രാർത്ഥിക്കുന്നു. ഗോഡ് കൊണ്ടുവന്ന് നൽകുന്നുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യുന്നു? ഗോഡ് അവിടെ സാഹചര്യം ഒരുക്കുന്നു, സന്ദർഭം ഒരുക്കുന്നു, വ്യക്തികളെ ഒരുക്കുന്നു അല്ലേ? ഇതിനെല്ലാം മുകളിൽ നമുക്കത് വേണമെന്നുള്ളൊരു ചിന്ത ആദ്യം ആ ഗോഡ് നമുക്ക് നൽകുന്നു. അപ്പോൾ തുടക്കം എവിടെയാണ്? നമ്മുടെ ചിന്തകളിൽ വരുന്ന മാറ്റമാണ്. ആ ചിന്തകളിൽ വരുന്ന മാറ്റമാണ് നമ്മളെ മാറ്റി ചിന്തിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മാറ്റി പ്രവർത്തിപ്പിക്കുന്നതും. ആ മാറി പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രാർത്ഥനാ രീതികൾ മാറുന്നു, നമ്മുടെ ആരാധനാ രീതികൾ മാറുന്നു, നമ്മുടെ വിശ്വാസങ്ങൾ മാറുന്നു, നമ്മുടെ പ്രവർത്തനം മാറുന്നു. ഈ 4 കാര്യങ്ങളിലും മാറ്റം വരുന്നതിൻ്റെ തുടക്കം നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ മാറി തുടങ്ങുമ്പോൾ ഈ 4 പ്രവൃത്തികൾ മാറി തുടങ്ങുന്നു. ഈ 4 പ്രവൃത്തികൾ മാറി തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മിലേക്ക് വന്നടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മിലേക്ക് വന്നടുക്കുകയല്ല, നാം അതിലോട്ടാണ് പോകുന്നത്. ഇത്രയും കാലം നമ്മുടെ ചിന്തകളും ചിന്താഗതികളും അതിനെക്കുറിച്ചുള്ള ഭയവും നെഗറ്റിവിറ്റിയുമായിരുന്നുവെങ്കിൽ നാം മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കതിലോട്ട് ഈസി ആയിട്ട് എത്തിച്ചേരുവാൻ കഴിയും എന്നുള്ളൊരു അതിയായ ബിലീവാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നാം എടുക്കുന്ന എഫേർട്ടാണ് തീർച്ചയായും നമ്മെ അങ്ങോട്ട് എത്തിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ പ്രാർത്ഥനാ രീതികൾ വ്യത്യസ്തപ്പെടും, നമ്മുടെ ആരാധനാ രീതികൾ വ്യത്യസ്തപ്പെടും, നാം ദൈവത്തിനോട് ചോദിക്കുന്ന രീതിയിൽ വ്യത്യസ്തം വരും. ഇതിനോടൊപ്പം തന്നെ കുറേ ആക്ടിവിറ്റീസുകൾ ഇൻവോൾവ് ആക്കും. നമ്മൾ പുതിയ പുതിയ ആക്ടിവിറ്റീസുകൾ നമ്മുടെ ലൈഫിലോട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മുടെ ബിലീവ് ഓട്ടോമാറ്റിക്കലി ഈ കാരണത്തിനാലാണ് എനിക്കത് കിട്ടിയത്. സത്യത്തിൽ ആ കാരണത്തിനാലല്ല. നിങ്ങൾ ഇത്രയും കാലം ചോദിച്ചിരുന്ന രീതി ശരിയായിരുന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതി ശരിയായിരുന്നില്ല, നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന രീതി ശരിയായിരുന്നില്ല, നിങ്ങൾക്കത് ലഭിക്കുമെന്നുള്ള വിശ്വാസവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ അതിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രവൃത്തി ഇവിടെ ഓപ്പോസിറ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ, മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ടെക്നിക്ക് യൂസ് ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്തായി? വിശ്വാസം വന്നു തുടങ്ങി. നിങ്ങൾക്ക് എന്തുണ്ടായി? സന്തോഷം വന്നു തുടങ്ങി. നിങ്ങൾക്കത് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ മാറി വിശ്വാസമായി തുടങ്ങി. കാരണം എന്താണ്? നിങ്ങളിവിടെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ വന്നത്. അത്രയും കാലം ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴവിടെ പ്രതീക്ഷയായിരുന്നുള്ളത്. ആ പ്രതീക്ഷ മാറി വിശ്വാസമായി തീർന്നു. പക്ഷെ അപ്പോഴും ആ പ്രതീക്ഷയും വിശ്വാസവും എല്ലാം ആരിലോട്ടാണ് നാം അർപ്പിക്കേണ്ടത്? നാം ആരാധിക്കുന്ന ആ ദൈവത്തിലോട്ട് തന്നെയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു മിറാക്കിളോ അത്ഭുതമോ ഒന്നുമല്ല. നമ്മുടെ ചിന്തകൾക്കെല്ലാം അതിയായ ശക്തിയുണ്ട്. നമ്മുടെ പ്രവൃത്തികൾക്കും നമ്മുടെ പ്രാർത്ഥനാ രീതികൾക്കും അതിയായ ശക്തിയുണ്ട്, കഴിവുണ്ട്, മികവുണ്ട്. ഒരു മനുഷ്യനും ഒരു മനുഷ്യനേക്കാൾ ചെറുതുമല്ല, മറ്റൊരു മനുഷ്യനേക്കാൾ നാം ആരും വലുതുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. അത് പോസിറ്റീവാണെന്നുണ്ടെങ്കിലും അത് നെഗറ്റീവാണെന്നുണ്ടെങ്കിലും. അതിനാൽ ഇന്ന് മുതൽ നിങ്ങളുടെ അതിയായി ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക, പോസിറ്റീവായ രീതിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക, പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ ആ ഗോഡിനെ ബിലീവ് ചെയ്തു തുടങ്ങുക. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഏതും നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് സ്വന്തമാക്കുവാൻ സാധിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് വിധിക്കാത്തതൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക തന്നെയില്ല. ചിന്തിച്ചാലേ പ്രവർത്തിക്കുകയുള്ളൂ, പ്രവർത്തിച്ചാലേ അത് ലഭിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ അർഹനും യോഗ്യനുമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റർ, നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾക്കത് ചിന്തിക്കുവാനുള്ള അവസരവും നിങ്ങളുടെ മുന്നിൽ ഒരുക്കി നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ചിന്തകളും ചിന്താഗതികളും എനിക്കില്ല, എന്നിലില്ല എന്നതിലുപരി
എനിക്കുണ്ട്, എനിക്കതിനർഹനാണ്, ഞാൻ അതിനർഹനാണ് എന്നുള്ള ചിന്തകളും ചിന്താഗതികളും വിശ്വസിച്ച് തുടങ്ങുക. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു തുടങ്ങും. അവസരങ്ങളെ മുതലെടുത്ത് തുടങ്ങുക, അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുക, വിജയവും കൈവരിക്കുവാൻ സാധിക്കും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യുകയും ഈ വീഡിയോ മറക്കാതെ എല്ലാവരോട്ടും എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്യുക. മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.